എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അത് നമ്മളുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി കൂട്ടിത്തരാൻ ശക്തിയുള്ള ഒരു പച്ചക്കറിയാണ്. ഗ്യാസുമേലോട്ട് കുക്കർ വെച്ചു. കുക്കർ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ് കുക്കറിലോട്ട്. ആ എണ്ണ ഞാൻ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. എല്ലാവർക്കും എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ ആ എണ്ണ ഒഴിക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകവും കൂടെ നമുക്കിട്ട് ഒന്നിച്ചതൊന്ന് മൂക്കട്ടെ. 5-6 കഷ്ണം വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞ് പൊടിയായിട്ട് അരിഞ്ഞത് അതിനെ ഇട്ടു. ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞു അതിനെ ഇട്ട്. എരിവുള്ള 3-4 പച്ചമുളക്, അത് ആവശ്യമനുസരിച്ച് എരിവ് കൂടുതൽ വേണ്ടവർക്ക് 1-2 കൂടെ കൂട്ടിയിടാം. അതിനെയും കൂടെ മുറിച്ച് ഇതിനകത്തിട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് വഴരട്ടെ. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ അങ്ങോട്ട് ഇടുവാണ്, പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പം ഉപ്പ് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. ഒരു 50% നമുക്ക് വഴറ്റിയാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പച്ചമുളക് എരിവുള്ളതായതുകൊണ്ട് 1/2 ടീസ്പൂണ് മാത്രമേ മുളക് പൊടി മതി. 2 തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് അതിനെയും കൂടെ നമുക്കൊന്ന് ഇട്ടിട്ട് എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി ഒന്ന് ശരിയാക്കി എടുക്കട്ടെ. പീച്ചിങ്ങ കൊണ്ടാണ് ഇന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനൊരു ഇതുണ്ട്, ഒരുപാട് കട്ട് ചെയ്ത് കളയരുത്. കണ്ട ഈ കട്ടിയായിട്ടുള്ളത് അത് മാത്രം ഒന്ന് ചെറുതായിട്ട് പിച്ചാത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കളഞ്ഞാൽ മതി. ബാക്കി ഇച്ചിരി ഇങ്ങനെ ഇരുന്നെന്ന് വിചാരിച്ച് കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ദേ കണ്ടോ, ഞാൻ അങ്ങനെ കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന കണ്ടോ ദേ. അപ്പോൾ ഇതേപോലെ നമുക്ക് കട്ടി കുറച്ച് നീളത്തിലോ കുറുക്കിയോ ഇഷ്ടാനുസരണം അരിഞ്ഞെടുത്തു. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച പീച്ചിങ്ങ ഉണ്ടല്ലോ, അതിനെയും കൂടെ നമ്മൾ വഴറ്റിയതിനകത്തിലോട്ട് ഇടുവാണേ. 150 ഗ്രാം ചെറുപയറിൻ്റെ പരിപ്പ്, അതിനെ ഒരു 10-20 മിനിറ്റ് വെള്ളത്തിലിട്ടൊന്ന് കുതുക്കണം കേട്ടോ. എന്നിട്ട് അതും ആ വെള്ളവും കൂടെ, വെള്ളമെന്ന് പറഞ്ഞാലേ 150 ഗ്രാം പരിപ്പിന് വേണ്ടി ഒരു 300 ml വെള്ളമെങ്കിലും നമുക്ക് ഒഴിക്കേണ്ടി വരും. 300 ml വെള്ളവും കൂടെ നമ്മളതിനകത്ത് ചേർക്കുക. കാരണം ഒരിച്ചിരി വെള്ളം ഇതിന് വേണം, എന്നാലല്ലേ നമുക്ക് കറിയാക്കി എല്ലാവർക്കും കഴിക്കാൻ പറ്റുള്ളൂ. പരിപ്പല്ലേ, അത് വേകുമ്പം കുതിരും. അപ്പം നമുക്ക് 300 തന്നെ പോരാ, ഒരു 300-350 നിന്നോട്ടെ. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പ് പാകത്തിനാണോ, പോരാ എങ്കിൽ ഇച്ചിരി കൂടി ഇടണം. എല്ലാം കൂടി ഇട്ടു, അടച്ചു വെച്ചു. ഞാൻ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കി, കറക്റ്റ് എല്ലാം ചെയ്തു, വെള്ളവും എല്ലാം ചേർത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 3 പ്രാവശ്യം വിസിൽ കേൾക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം. എപ്പോഴും നമ്മൾ കുക്കറൊക്കെ വെച്ച് കഴിയുമ്പോൾ ഹൈയിലിടല്ലേ, മീഡിയം ഫ്ലെയിമിലേ ഇടാവൂ. എന്നിട്ട് 3 വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മളുടെ പീച്ചിങ്ങയുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും ചോറിനും എല്ലാം നല്ലതാണ്. ഇതേപോലെ തന്നെ ഉണ്ടാക്കി കഴിച്ചിട്ട് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. എല്ലാവർക്കും താങ്ക്സ്.